പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ സ്വന്തം സ്ഥലത്തിലാണ് ഇരിക്കുന്നത്. എപ്പോഴും ബോധ്യം ആണ് നമ്മളെയും അമ്മയായിട്ട് ചേർത്ത് നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏറ്റവും ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ബോധ്യമാണ്. അത് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ബോധ്യത്തിൻ്റെ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഇപ്പോൾ ഞാൻ തന്നെയാണ് സാക്ഷ്യം. അമ്മയുടെ കയ്യിൽ നമ്മൾ ഏത് നിലയിലാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും. എനിക്കൊരിക്കലും ദൈവത്തോട് അടുക്കാൻ പറ്റില്ല, ഞാൻ കുറേ പാപം ചെയ്തു പോയി, ദൈവം എന്നിലിരുന്ന് അകന്നിരിക്കുകയാണ്. ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ദൈവം എന്നോട് ദൈവത്തിന് കരുതലില്ല. അതൊക്കെ മറ്റുള്ളവർക്കുള്ളതാണ്. അവർക്കൊക്കെ വലിയ ഭാഗ്യമാണ്, ദൈവം അടുത്തിരിക്കുകയാണ്, അവർ പ്രാർത്ഥിച്ച അപ്പം കേൾക്കുന്നുണ്ട്. അത് തെറ്റാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒച്ച ബഹളത്തിൽ ആരൊക്കെ വചനം ശ്രദ്ധിക്കുന്നോ അവർക്ക് കൂടുതൽ കൃപയും അനുഗ്രഹം കിട്ടും. സാധാരണ വേറൊന്നും ശ്രദ്ധിക്കാനില്ലാത്തപ്പോൾ വചനം കേൾക്കണേക്കാളും പല പ്രലോഭനത്തിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് ഫലപ്രദമാകുക. അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. ഒരു കാര്യം, സാധാരണ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ പോലും എത്ര വലിയ ഡോക്ടറാണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും എത്ര നിസ്സാര അസുഖമാണെങ്കിൽ പോലും ഡോക്ടറെ ഉറപ്പ് തരാമോ ഈ അസുഖം മാറുക അല്ല ഈ ഓപ്പറേഷൻ സക്സസ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്ന പരിപാടി 100% ഒരു ഡോക്ടറും പറയില്ല. നമുക്ക് നോക്കാം, ശരിയാകേണ്ടതാണ്. പക്ഷേ എന്നോട് പലപ്പോഴും പറയും, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഓപ്പറേഷൻ 100% സക്സസ് ആവുകയെന്ന് ചോദിച്ചാൽ നിസ്സാര ഓപ്പറേഷൻ ആണെങ്കിലും ഡോക്ടർ പറയണത് ആകേണ്ടിയാണ്. പക്ഷേ നമ്മൾ റോട്ടിൽ കൂടി നടക്കുമ്പോൾ ആക്സിഡൻ്റ് ആകാറില്ലേ, അത് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമല്ലോ. നിസ്സാര ഓപ്പറേഷൻ വരെ അങ്ങനെ പറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാനിവിടെ ഉറപ്പ് പറയാം കേട്ടോ, അമ്മയുടെ മുമ്പിൽ മാത്രമേ, അമ്മയ്ക്ക് മാത്രമേ, അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ. നിങ്ങൾ എത്ര വലിയ ഓപ്പറേഷൻ ആയിക്കോട്ടെ, എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, അത് 100%, 100% അതിൻ്റെ ഉത്തരം അമ്മയുടെ കയ്യിലുണ്ട്, അതിൻ്റെ പരിഹാരം അമ്മയുടെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് അമ്മയ്ക്ക് ഈശോ കൊടുത്തതാ, കുരിശിരുന്ന് കൊടുത്തതാ. യോഹന്നാൻ 19:27 കുരിശി കിടന്നുകൊണ്ട് ഈശോ കൊടുത്തതാ. ഇതാ നിൻ്റെ മക്കൾ, ഇതാ നിൻ്റെ അമ്മ. കൊടുക്കുമ്പോഴത്തേക്കും മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഈശോ പോയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾക്കിത് ഉറപ്പിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ, അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ ഏത് അവസ്ഥയിലാണെങ്കിലും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ അവസ്ഥ എത്ര മോശമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ഹൈന്ദവനാണ്, ഞാൻ എന്നെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അത് അമ്മയോടുള്ള, അത് അമ്മ തന്നെ തന്ന കൃപയാണ്. എൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ വരും ഒന്നിനും കൊള്ളാത്ത ചവറെന്ന് പറയാം. ആർക്കും അറിയില്ല എന്നെക്കുറിച്ച്, ആർക്കും ആവശ്യമില്ല. എത്രയോ കോടി ജനങ്ങൾക്കിടയ്ക്ക് കിടക്കുന്ന എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു ധാരണയില്ലാത്ത അവസ്ഥയാണ്. അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ കൃപാസനത്തേക്ക് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ മോള് ഇവിടെ നിന്ന് പാട്ടുപാടി
ഈശോയെ സ്തുതിച്ച് പാടി. മകൻ അവിടെ ഇരുന്ന് കീബോർഡ്, ഈശോയുടെ പാട്ട് മാത്രമാണ് അതിന് കീബോർഡ്. ഭാര്യ ഇവിടെ മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിച്ച് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ദൈവജനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മയെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണ വേണം, ഇടയ്ക്ക് വിട്ടു പോകരുത്. അത് വലിയ കാര്യം തന്നെയാണ്. അവസാനം വരെ അമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കണം, ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. ബി കണക്റ്റഡ് ടു ഗോഡ്. കണക്ഷൻ ഉണ്ടാകണം. എപ്പോഴും ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകണം. ദൈവത്തിൻ്റെ ഇരുന്ന അനുഗ്രഹവും കൃപയും കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും തോന്നും ഞാൻ കുറേ ധ്യാനം കൂടി, ഞാൻ കുറേ പ്രാർത്ഥനയ്ക്ക് പോയി, ഞാൻ കുറേ കൊന്ത ചൊല്ലി, എന്നാലും എനിക്കൊരു അനുഗ്രഹം കാണുന്നില്ലല്ലോ, ഒരു അടയാളം എനിക്ക് കിട്ടണില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് സംസാരിക്കുക. ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇവിടെ സംസാരിക്കുമ്പോൾ. ഇത്രയും കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കുറേ പേര് ശ്രദ്ധിക്കുക. അപ്പോൾ ആൾക്കാരുടെ വിശ്വാസം കുറയരുതെന്ന് പറഞ്ഞ് കുറേ പ്രാർത്ഥിക്കും. ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറേ കുർബാനയ്ക്ക്, ഞാൻ ദിവസം കുർബാനയ്ക്ക് പോകുമ്പോൾ ഇത് തന്നെയാണ്. കൃപാസനത്തിൽ 2-ാം ചൊവ്വാഴ്ച ടോക്ക് അവിടുത്തെ ക്ലാസ്സിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടെ ഓരോരുത്തർ വരുന്നവരെ സമർപ്പിക്കുക. അപ്പോൾ ഉറപ്പാണ് ഞാൻ പറയുക, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ചവറായ എന്നെപ്പോലും ഹൈന്ദവനായ എന്നെ ദൈവത്തിന് ശ്രദ്ധിക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ സദാസമയം ദൈവമേ എന്ന് വിളിക്കുന്ന നിങ്ങൾ, പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറേ അങ്ങനെ എനിക്ക് പ്രാർത്ഥനയൊന്നും അറിയില്ലായിരുന്നു. ദൈവം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് സ്വർഗസ്നായ പിതാവ് അറിയില്ല, നന്മ നിറഞ്ഞ മരിയുമേ അറിയില്ല, പ്രൈസ് ദി ലോർഡ്. കൊന്ത പോലും അറിയില്ല, പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും ദൈവം എന്നെ ശ്രദ്ധിച്ചിരുന്ന്. നിങ്ങൾക്കിതെല്ലാം അറിയാം. അപ്പോൾ ദൈവം എന്തോരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണക്ഷൻ ഇല്ലാതെ പോയി, പ്രൈസ് ദി ലോർഡ്. കണക്ഷൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എത്രയും ബൾബ് കത്തുമ്പോഴത്തേക്കും ഏതെങ്കിലും ആ ഒരു ബൾബ് കത്തിയിട്ടില്ല, കണ്ടില്ലേ, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാരണം എന്താ? കറണ്ടുണ്ട്, കറണ്ടിൻ്റെ പ്രശ്നമൊന്നുമില്ല, കറണ്ടിൻ്റെ കുഴപ്പമില്ല. കറണ്ട് ഊർജം, പവറാണ്, ശക്തിയാണ്. ശക്തിയുടെ കുഴപ്പമില്ല, ദൈവത്തിൻ്റെ കുഴപ്പമില്ല. അവിടെ ലൈറ്റ് കത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ഇരുന്ന്, ഈ പവറിലിരുന്ന്, ഈ ശക്തിയിലിരുന്ന് അങ്ങോട്ട് ഒരു കണക്ഷനില്ല, പ്രൈസ് ദി ലോർഡ്. കണക്ഷൻ്റെ പ്രശ്നമാണ്. എവിടെയോ വയർ കട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ബൾബ് ഫ്യൂസായി പോയിട്ടുണ്ട്, പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ വയർ കട്ടായി പോയോ, അതിനെ നമ്മൾ കറണ്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കറണ്ടില്ല, പവറില്ല, കറണ്ടിന് പവറില്ല, അതുകൊണ്ട് കത്താത്തതൊന്നുമില്ല, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചിട്ടും നമുക്ക് അടയാളമൊന്നും കിട്ടണില്ല, നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, കുറവൊന്നുമില്ല. ദൈവം ഫുൾ ശക്തി നിങ്ങൾക്ക് തന്നിരിക്കുക, അങ്ങോട്ട് പകർന്നിരിക്കുക. അത് നിങ്ങളിലേക്ക് എത്തുന്നില്ല, പ്രൈസ് ദി ലോർഡ്. അത് കണക്ഷൻ്റെ കുഴപ്പമാണ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ സൂത്രം അമ്മ മാതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ദൈവമായിട്ട് കണക്ഷനാവും. ബൾബ് കത്താൻ തുടങ്ങും. നമ്മുടെ മുഖത്തൊക്കെ ഇരുട്ടാണ്. അതെന്താ കാര്യം? ഇരുട്ടെന്ന് പറയണത് സങ്കടമാണ്. എൻ്റെ ഉത്തരം എനിക്കൊന്നും കിട്ടണില്ല, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല, എനിക്ക് അനുഗ്രഹം കിട്ടിയില്ല, എനിക്ക് കൃപ കിട്ടണില്ല. അത് കണക്ഷൻ്റെ പ്രശ്നമാണ്. അപ്പോൾ കണക്ഷൻ എങ്ങനെ ദൈവത്തിൻ്റെ ശക്തി എങ്ങനെ നമ്മളെ മുകളിലേക്ക് കൊണ്ടുവരണം? എവിടെയാണ് വയറ് കട്ടായി പോയിരിക്കുന്നത്? കണക്ഷൻ ഇല്ലെങ്കിലുള്ള കുഴപ്പം, ഇലക്ട്രിസിറ്റി ആയിട്ട് കറണ്ടായിട്ട് കണക്ഷൻ ഇല്ലാത്ത ബൾബിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതിലാണ് കണക്ഷൻ ഇല്ലാത്തതെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബൾബ് കത്താതിരിക്കും, ലൈറ്റ് ഉണ്ടാകില്ല, പ്രവർത്തിക്കില്ല. അതുപോലെ തന്നെ നമുക്കും ദൈവമായിട്ടുള്ള ബന്ധം കട്ടായി പോയി കഴിഞ്ഞാൽ, കണക്ഷൻ കട്ടായിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയാണ് കുഴപ്പമുണ്ടാകുക?
ഒന്ന്, കണക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുക? വയർ വഴിയിലെ കണക്ഷൻ. അതേപോലെ നമ്മളും ദൈവമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകുന്നത് വിശ്വാസം വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രശ്നം വിശ്വാസം തന്നെയാണ്. അപ്പോൾ വിശ്വാസം കുറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള കണക്ഷൻ കട്ടായിരിക്കാമെന്നർത്ഥം. കണക്ഷൻ്റെ പ്രശ്നമുണ്ട്. ചില ബൾബൊക്കെ കണ്ടില്ലേ, മിന്നി മിന്നി ഇങ്ങനെ നിൽക്കും, ശരിക്കും കത്തയൊന്നുമില്ല, കുറച്ചിങ്ങനെ കത്തി 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 ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് പ്രശ്നം ബൾബിൻ്റെയും ഇല്ല, കറണ്ടിൻ്റെയും ഇല്ല. ഇത് ആ വയർ എവിടെയെങ്കിലും ലൂസ് കോണ്ടാക്റ്റാണ്. അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ കത്തും കത്താതെ ഇങ്ങനെ നിൽക്കുക. കത്തിയിട്ടുണ്ടോ എന്നാൽ കറണ്ടുണ്ടോ എന്നാൽ ഉണ്ട്, എന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ബൾബ് കത്തുണ്ട, വോൾട്ടേജ് കുറവ്, ഇച്ചിരി ഇങ്ങനെ കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യൂസ് ഇല്ല, മിന്നെ ഇങ്ങനെ നിൽക്കുക. അതുപോലെയാണ് നമ്മളെ പലരുടെയും ജീവിതം. പ്രൈസ് ദി ലോർഡ്. അത് കണക്ഷൻ ശരിയില്ല, വിശ്വാസം ശരിയില്ലാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കണക്ഷൻ കുറഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താ? ദൈവമായിട്ട് കണക്ഷൻ കുറഞ്ഞാൽ, നമുക്ക് കണക്ഷൻ കുറഞ്ഞിട്ടുണ്ടായില്ല എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് എപ്പോഴും സങ്കടമായിരിക്കും, സംശയമായിരിക്കും, പേടിയായിരിക്കും, ഉത്കണ്ഠയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും മനസ്സിലാക്കണം, ഇപ്പം എനിക്ക് ദൈവമായിട്ട് കണക്ഷൻ കട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടി തോന്നിയാൽ വിചാരിച്ചോ കണക്ഷൻ കട്ടായിട്ടുണ്ട്, നമ്മളെ വയറ് പരിശോധിക്കണം, എവിടെയാണ് കട്ടായിരിക്കണതോ അത് കണക്ഷൻ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ സങ്കടം ഉണ്ടാ, അപ്പം ശ്രദ്ധിച്ചോളണം കണക്ഷൻ കട്ടായിട്ടുണ്ട്. സംശയം തോന്നുക, ഞാൻ രക്ഷപ്പെടുക ഇല്ല, എന്ത് നോക്കിയാലേ ദൈവത്തോട് സംശയം. പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രാർത്ഥന പലവരും മുടക്കി പോകുന്ന കാര്യം തന്നെ കണക്ഷൻ കട്ടാകുന്ന ഒന്നാണ്. സംശയം തോന്നും, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കണ സമയമുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം നമുക്കായിട്ട് പോയി നോക്കാം. ഈ സമയം കൂടി നമ്മൾ വേസ്റ്റാക്കി, പ്രാർത്ഥനയുടെ സമയം വേസ്റ്റാക്കാതെ നമുക്ക് അങ്ങനെ അഭിലാഷ തോന്നിപ്പിക്കുക. ഈ സമയം നമുക്ക് ഓടി നടന്ന് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം നോക്കാം. നമ്മുടെ ശക്തിയിൽ വിശ്വസിക്കുക. ഉറക്കത്തിൽ ഉൾക്കണ്ട, കാലത്തെ എണിക്കാൻ ഉൾക്കണ്ട, പുറത്തിറങ്ങാൻ പേടി, ഉൾക്കണ്ടയാ എല്ലാ സമയത്തും. ഒരാളോട് സംസാരിച്ചിരിക്കും, പക്ഷേ മനസ്സ് ഇവിടെ ഉണ്ടാകില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ട് കണക്ഷൻ വിട്ടിരിക്കുക. കണക്ഷനുള്ളവർ എന്ത് സംഭവിച്ചാലും, എന്ത് ഇവിടെ കൊടുങ്കാറ്റടിച്ചാലും, മഴ വന്നാലും നല്ല കണക്ഷനുള്ള ബൾബ് കത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. വയർ ലൂസാണെന്നുണ്ടെങ്കിൽ, കണക്ഷൻ കുറഞ്ഞാണെങ്കിൽ ചെറിയൊരു കാറ്റടിച്ചാൽ മതി, പോയി. പ്രൈസ് ദി ലോർഡ്. കണക്ഷൻ കട്ടായിപ്പോയി, വിശ്വാസം പോയി, ദൈവമായിട്ടുള്ള കണക്ഷൻ പോയി. പ്രൈസ് ദി ലോർഡ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് നല്ല ഭാഗ്യമായിരുന്നത്, കൃപാസനത്തിൽ കയറുന്ന ഭാഗ്യമായി. അന്നിപ്പോൾ അച്ഛനോടായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് അച്ഛനോട് പറഞ്ഞ്, കൃപാസനത്തിൻ്റെ പ്രത്യേകത, അമ്മമാതാവിയുടെ ഉടമ്പടി തന്നതിന് ശേഷം നല്ല ക്ഷീണവും എന്തെങ്കിലുമൊക്കെ പ്രശ്നം, എന്തെങ്കിലുമൊക്കെ ഉൾക്കണ്ട ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കാല് വയ്ക്കുമ്പോഴത്തേക്കും അത് ഒരു 1000 വാട്ട്സ് ബൾബ് കത്തണമെന്ന പോലെ പ്രത്യാശ അങ്ങോട്ട് കിട്ടിയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യമുള്ളവർക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം തന്നെയാണ് ഇവിടെ പ്രശ്നം. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. ചെറിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച്, ചെറിയ ആവശ്യത്തിന്, നിയോഗത്തിന് ഉത്തരം ലഭിച്ച് വലിയ കാര്യമൊന്നും നടക്കില്ല. അത് നമുക്കങ്ങനെ ബോധ്യം ആയിരിക്കുക, നമ്മൾ അങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുക. പക്ഷെ അതിൽ വാസ്തവമുണ്ട് കേട്ടോ. എന്താ വാസ്തവം എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു വില ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈശോ ഏതെങ്കിലും സൗഖ്യം കൊടുക്കുമ്പോഴും അനുഗ്രഹം കൊടുക്കുമ്പോഴും എല്ലാവരോടും ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നിനക്ക് വിശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുള്ളൂ. ദൈവം വിശ്വാസം വാങ്ങിച്ചിട്ടാണ് അങ്ങോട്ട് അനുഗ്രഹവും കൃപയും കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ വിശ്വാസം എത്ര വലുതാണ്, ഈശോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നിൻ്റെ വിശ്വാസം എത്ര വലുതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോഴും ആവശ്യം നമ്മളെ വിശ്വാസം
വലുതായിരിക്കണം. നമ്മളെ കയ്യിൽ നമുക്ക് ഒരു കടയിൽ പോയി ഒരു സാധനം വിലയ്ക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു കാറ് കടയിൽ കയറിയിട്ട് പോക്കറ്റിൽ 500 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാറ് വാങ്ങിക്കാനാണ് തീരുമാനിച്ചിരിക്കണമെങ്കിൽ പോക്കറ്റിൽ എന്ത് വേണം? കാറിൻ്റെ വില നമ്മളെ പോക്കറ്റിൽ ഉണ്ടാകണം, ആ ഒരു ബോധ്യം ഉണ്ടാകണം. എന്നിട്ട് പോയിട്ടേ കാര്യമുള്ളൂ. 500 രൂപ വെച്ചിട്ട് എനിക്ക് കാറ് താന്ന് പറഞ്ഞ് കടക്കാരനോട് ചോദിച്ചാൽ അയാൾ തരുവാ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ എന്തോരം റിക്വസ്റ്റ് ചെയ്യണം, ഞാൻ എന്തോരം പ്രാർത്ഥിച്ച്, ഞാൻ എന്തോരം അപേക്ഷിച്ച്, രാത്രിയും പകലും ഞാൻ ആ കടക്കാരനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് കാറ് ലഭിച്ചില്ലെന്ന് പരാതി ആരോടെങ്കിലും പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അവരെന്ത് പറയും? നീ ചോദിച്ചേക്ക് ശരി, നിൻ്റെ കയ്യിൽ എത്ര കാശുണ്ട്? പ്രൈസ് ദി ലോർഡ്. എത്ര പൈസ ഉണ്ട്? അപ്പോൾ അമ്മ എടുത്ത് പോക്കറ്റിരുന്ന് കഴിക്കുക, എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ട്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പുറത്തിരിക്കണ ആൾ ചിരിക്കില്ല നിങ്ങൾ? ഓക്കെ, പുറത്ത് പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് ചിരിക്കുമോ? ഇയാൾക്ക് എന്താ വിവരമില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇയാൾ നോർമലാണോ? അതുപോലെ തന്നെ അമ്മ ദൈവത്തോടും വലിയ കാര്യങ്ങൾ ചോദിക്കാൻ പോകും. ഭവനം വേണം, മക്കളുടെ കല്യാണം വേണം. പ്രൈസ് ദി ലോർഡ്. 10 കൊല്ലമായി കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങൾ വേണം, കുട്ടി വേണം കല്യാണം കഴിഞ്ഞിട്ട്, MBBS അഡ്മിഷൻ വേണം. അപ്പോൾ ദൈവം അവിടെ നിന്ന് ചോദിക്കുക, കൈനീട്ടി കാണിച്ച എത്ര രൂപ കാശുണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തപ്പിപ്പിടിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് 50 രൂപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. 50 രൂപയുടെ വിശ്വാസമുണ്ട്. ദൈവം അവിടെ നിന്ന് പറയുക, അതൊന്നും നമുക്ക് ചെവിയേക്കില്ല, പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിന് 5 ലക്ഷം രൂപയുടെ വിശ്വാസം വേണം. നീ ചോദിക്കുന്ന കാര്യം അത്രയും വലുതാണ്. പ്രൈസ് ദി ലോർഡ്. നീ ചോദിക്കുന്ന കാര്യം വലുതാണ്. നിൻ്റെ ഈ വിശ്വാസം അല്പവിശ്വാസം പോരാ. നിനക്ക് നിൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡിയായിട്ട് 5 ലക്ഷം രൂപയുടെ വിശ്വാസം ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ കാര്യം നിനക്ക് അപ്പം നടത്തി തരും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പലവരും ഇതേപോലെ കാറിൻ്റെ കടയുടെ പുറത്ത് നിന്ന് ഇങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. സുഹൃത്തിനെ കണ്ട് പറയുക, ഈ മാനേജറോട് ഞാൻ എന്തോരം ഈ കടക്കാരനോട് കാശും ഞാൻ അപേക്ഷിച്ചിട്ട് അവൻ കാറ് തന്നില്ല, ഞാൻ കാശും കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എത്ര കാശ് കൊടുത്തെന്ന് ബോധ്യമില്ല. പ്രൈസ് ദി ലോർഡ്. 500 രൂപ കൈവച്ചുകൊണ്ട് കാറ് വാങ്ങിക്കാൻ പോകുന്ന പോലെയാണ്. ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ദൈവം പറഞ്ഞിരിക്കുക, നിനക്ക് വിശ്വാസമുണ്ടാ ലഭിക്കും. അത് മാർക്ക് 11:23 പ്രൈസ് ദി ലോർഡ് ഈശോ പറയുകയാണ്, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് ഈ മലയെ എടുത്ത് കടലിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കേട്ടാ. പ്രൈസ് ദി ലോർഡ്. സാധാരണ വിശ്വാസമില്ല. ഇത് വേറെ സുവിശേഷത്തിൽ മത്തയിലൊക്കെ ആണെങ്കിൽ നിനക്ക് കടുക് പോലത്തെ വിശ്വാസം, കടുകുമണി പോലത്തെ വിശ്വാസം. കടുകുമണി എന്ന് വെച്ചാൽ ചെറുതില്ല. നിന്നെ കാണാൻ ചെറുതായിരിക്കണം, പക്ഷേ നിൻ്റെ വിശ്വാസം വലുതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നോട്ടത്തിൽ ചെറുതാണെങ്കിലും നിൻ്റെ വിശ്വാസം വലുതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് മലയെ എടുത്ത് കടലിലേക്ക് എറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അസാധ്യത്തിനെ സാധ്യമാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ രീതി അതാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, വിശ്വാസം വലുതാക്കണം. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിനക്ക് വിശ്വാസം ഉണ്ടാ, നിനക്ക് സൗഖ്യം കിട്ടും. എന്തോരം വിശ്വാസമുണ്ട് അത്രയ്ക്ക് നിനക്ക് സൗഖ്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ചെറിയ വിശ്വാസം വെച്ചിട്ട് വലിയ കാര്യങ്ങൾ ചോദിക്കാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വലിയ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നീ വിചാരിക്കേണ്ടത്, അപ്പോൾ ബോധ്യം ഉണ്ടാകേണ്ടത്, എൻ്റെ കയ്യിൽ കാശ് കുറവാണ്. പ്രൈസ് ദി ലോർഡ്. അത് വളർത്തിയെടുക്കാം. പ്രൈസ് ദി ലോർഡ്. അതിന് 2 രീതിയുണ്ട്. ആദ്യം വിശ്വാസം എങ്ങനെയാണ് വളർത്തുക? പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുക? ആരെങ്കിലും പറയാമോ? വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുക? വിശ്വാസം എങ്ങനെ ഉണ്ടാകുക? ആരാ പറഞ്ഞ കേൾവിയിരുന്നെന്ന്? പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കേൾവിയിരുന്ന ഉണ്ടാകുക. പ്രൈസ് ദി ലോർഡ്. അത് റോമ 10:17 10-ാം അധ്യായം 17-ാം വചനം. പ്രൈസ് ദി ലോർഡ്.
ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രാക്ടിക്കലായിട്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കെമിസ്ട്രി സ്റ്റുഡൻ്റാണ് BSc. അപ്പോൾ പ്രാക്ടിക്കൽ ലാബിൽ പോകുമ്പോഴത്തേക്കും അനലൈസ് ചെയ്ത് റിസൾട്ട് കിട്ടും. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ റിസൾട്ട് അറിയാം, ഇങ്ങനെ ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ റിസൾട്ടിലേക്ക് വിശ്വസിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ സംശയമില്ല. ബൈബിളിലുള്ള എല്ലാത്തിനും റിസൾട്ട് ഉണ്ട്. എല്ലാ വചനവും നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം കിട്ടണത് കേൾവിയിൽ നിന്നാണ്. വചനം കേൾക്കുമ്പോൾ വിശ്വാസം കിട്ടും. അങ്ങനെയാണ്. എങ്ങനെയാണ്? ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് ഈശോ പറഞ്ഞത്. അപ്പോൾ വചനം കേട്ട് കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാകുക. അങ്ങനെയാണ് പറഞ്ഞിരിക്കണം. കേൾക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 മക്കളാണ്, ആമക്കളാണ്. അപ്പോൾ മൂത്തവൻ ഇളയവനെ പിടിച്ച് ഇങ്ങനെ അടിക്കുക. അപ്പോൾ നിങ്ങൾ അടുക്കളയിൽ ഇരുന്ന് പറയുക, എടാ മോനെ അടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ വാക്കാണ്. അപ്പം മൂത്ത മകൻ പറയുക, അമ്മേ ഞാൻ കേട്ടോ അമ്മ പറയുന്നത് മകനെ അടിക്കരുതെന്ന് പറയണത്. കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് ആ കേൾവി. ചെവി കൊണ്ട് കേൾക്കുന്നതാണ് ആ കേൾവി. പ്രൈസ് ദി ലോർഡ്. മകനോട് പറയുക, എടാ മണ്ണി കളിക്കരുതെന്ന് പറയും. അമ്മ ഞാൻ കേട്ടോ മണ്ണി കളിക്കരുതെന്ന് അമ്മ പറഞ്ഞത്. എന്നിട്ട് മണ്ണിലേക്ക് ചേറിലേക്ക് അങ്ങോട്ട് ചാടുക. പിന്നെ പ്രൈസ് ദി ലോർഡ്. നീ പറഞ്ഞത് ഞാൻ എന്തായാലും കേട്ട്. അത് വിശ്വാസമാവുക, അമ്മയോടുള്ള വിശ്വാസമാവുക. പ്രൈസ് ദി ലോർഡ്. അത് പാലിക്കണം. വചനം കേൾക്കുമ്പോഴത്തേക്കും അതെത്ര ബുദ്ധിമുട്ടാണെങ്കിലും, അത് പാലിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അത് അനുസരിക്കണം. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോഴും പ്രവൃത്തി കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മാർക്ക് 11:23 ഈശോ പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് മലയെ മാറ്റിവെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എത്ര വലിയ കാര്യവും നിനക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 11:25 ഈശോ പറയുകയാണ്, നിനക്ക് വിശ്വാസം കിട്ടണമെങ്കിൽ അതിനാണ് നീ വചനം കേൾക്കണം. ഈശോയുടെ വചനം എന്താ? ഈസി ആയിട്ട് ഈശോ പറഞ്ഞിരിക്കുന്നത്, നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവരെ ക്ഷമിച്ചുകൊണ്ട് നീ വന്ന് എന്നോട് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നീ ചോദിക്കണമെങ്കിൽ നിനക്ക് ഒരു 50 രൂപയെങ്കിലും നിൻ്റെ കയ്യിൽ വേണം. അപ്പോൾ ഈ വചനം ഒന്ന് പാലിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ടെക്നിക്കാണ്. ഈശോയ്ക്ക് അറിയാം. റോമ 10:17 പറയുക, വിശ്വാസം കേൾവി കൊണ്ടാണ്. എന്ന് വെച്ചാൽ ദൈവവചനം അനുസരിക്കുമ്പോൾ, കേട്ട് അനുസരിക്കുമ്പോൾ ആ വിശ്വാസം ഉണ്ടാകുക. ആ വിശ്വാസം വഴി, ആ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ചോദിക്കുന്നത് നിനക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിൽ ഈശോ ഈ മലയെ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് വലിയ വിശ്വാസം, അസാധ്യത്തിനെ സാധ്യമാക്കണം. അതിന് ഈശോ മാർക്ക് 10:24 പറയുകയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചെന്ന് പറഞ്ഞ് നീ വിശ്വസിക്കുക. അത് പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വസിച്ച് നീ ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ധ്യാനിക്കുന്ന കാര്യം, നമ്മളെ കയ്യിൽ മറ്റുള്ളവരോട് എന്തായാലും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒരു കാര്യം എന്നും ശ്രദ്ധിക്കുക. ആദ്യം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് ആരോടൊക്കെ, എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുക, എനിക്ക് ആരോടൊക്കെ വിഷമമുണ്ട്, ആരൊക്കെ എനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇല്ല ആരെന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ആരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് അതെല്ലാം ഓർമ്മിപ്പിച്ച് തരും. അപ്പോൾ അവരോട് ക്ഷമിക്കുക. അവരോട് എങ്ങനെയാണ് ക്ഷമിക്കുക? സാധാരണ ക്ഷമിക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെങ്ങനെയാണ് ക്ഷമിക്കുക? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ക്ഷമിക്കുക? ആരെങ്കിലും പറയാമോ? നമ്മളൊക്കെ എല്ലാവരോടും ക്ഷമിച്ചെന്ന് പറയില്ലേ? എങ്ങനെയാണ് ക്ഷമിക്കുക? ക്ഷമിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുക? അറിയില്ല. അപ്പോൾ എങ്ങനെ ക്ഷമിച്ചിട്ടുണ്ട്? കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ എടുത്ത് ഡിലീറ്റ് ചെയ്ത് റീസൈക്കിൾ ബിന്നിലിട്ട് അവിടെ നിന്നും എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഡിലീറ്റായി. ഹൃദയത്തിൽ നിന്ന് എങ്ങനെയാണ് ക്ഷമിക്കുക? ഈശോ ക്ഷമിച്ചതുപോലെ തന്നെ ക്ഷമിക്കണം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമുക്ക് പഠിപ്പിച്ചു തന്ന് എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന്. ദൈവമേ, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എൻ്റെ വസ്തു കട്ടിട്ടുണ്ട്, എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, എന്നെ അപമാനിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാത്ത കുറ്റം എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്തത് എന്താണെന്ന് അവരറിയുന്നില്ല. ദൈവമേ, പ്രൈസ് ദി ലോർഡ്. ഉറപ്പായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല. അവരറിഞ്ഞേച്ചെങ്കിൽ ചെയ്യില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആരൊക്കെ നമ്മളോട് തെറ്റ് ചെയ്താലും, നമ്മളെ ഭാര്യ ആയാലും ഭർത്താവായാലും നമ്മളെ മക്കളായാലും നമ്മളെ അയൽക്കാരായാലും അമ്മായിയമ്മയായാലും മരുമക്കളായാലും, അവരെല്ലാം വിചാരിക്കേണ്ടത് ആരൊക്കെ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ സത്യമായിട്ടും അവരറിയുന്നില്ല അത് തെറ്റാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ആ ബോധ്യം ഉണ്ടായെച്ചെങ്കിൽ അവരൊരിക്കലും അത് നിങ്ങളോട് ചെയ്യില്ല. ആ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ പാപത്തിലേക്ക് വീഴുക. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ആ ഒരു ബോധ്യമില്ല. ഈശോയ്ക്ക് അറിയാമായിരുന്നു. അവരറിഞ്ഞേച്ചെങ്കിൽ ഈശോ മെഷിയാണെന്ന് അറിഞ്ഞേച്ചെങ്കിൽ അവരൊരിക്കലും അത് ചെയ്യില്ലായിരുന്നു. കുരിശിലേക്ക് ഈശോനെ കയറ്റില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളും അങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്. ഈശോ അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നെ നമ്മളെ. അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല. നമ്മൾ ആ ഒരു തീരുമാനം എടുത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥന തുടങ്ങണം. അങ്ങനെ നിങ്ങൾ ക്ഷമിക്കുമ്പോൾ തന്നെ, എന്നിട്ട് റോമ 12:14 ക്ഷമിക്കുന്നതിൻ്റെ പോയിൻ്റ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല. രണ്ടാമത്തത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരേക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ക്ഷമ. അവരെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അവരെ ശപിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ശാപത്തിൻ്റെ വാക്ക് പറയരുത്. അമ്മ അവരോട് മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും പലപ്പോഴും മനസ്സുകൊണ്ട് അവരെ ശപിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇത് ക്ഷമിക്കുന്ന മെത്തേഡ് ഇതാണ്. ആദ്യം പറയേണ്ടത് ഈശോ പറഞ്ഞ പോലെ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല, പറയേണ്ടിയില്ല. നിങ്ങൾക്ക് ഉൾക്കൊള്ളണം. നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം. അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയണില്ല. എൻ്റെ ഭർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, എൻ്റെ ഭാര്യ ചെയ്യുന്നത് എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല, എൻ്റെ മക്കൾ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. ഞാൻ അവരെ ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ക്ഷമിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ വിശ്വാസം ഉണ്ടായി. ഈശോ പറയുകയാണ്, അത് വലിയ വിശ്വാസമായിരിക്കണം. മലയെ മാറ്റാനുള്ള വിശ്വാസം വേണം. പ്രൈസ് ദി ലോർഡ്. മലയെ മാറ്റാനുള്ള വിശ്വാസം അത് വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ അതെങ്ങനത്തെ വിശ്വാസമാണ്? ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നീ അങ്ങോട്ട് വിശ്വസിക്കണം അത് ലഭിച്ച് കഴിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. 10 കൊല്ലമായിട്ട് നിൻ്റെ മകൾക്ക് കുഞ്ഞില്ല. നീ ആ കുഞ്ഞിനെ ചോദിക്കുമ്പോൾ, മകൾക്ക് കുഞ്ഞ് വേണമെന്ന് ചോദിക്കുമ്പോൾ നീ അങ്ങോട്ട് വിശ്വസിക്കുക അത് ഓൾറെഡി കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ്. അത് സാധാരണമാണ്. സാധാരണക്കാരിക്ക് പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. പറ്റുമോ? നിനക്ക് 1 കോടി രൂപയുടെ കടമുണ്ട്, ജപ്തി നോട്ടീസ് വന്നിരിക്കുക, അത് കോടതിയിൽ കൊടുത്ത് കോടതിയിലും നിനക്കെതിരെ വിധി വന്ന് നാളെ നീ വീട് കാലിയാക്കണം. പ്രൈസ് ദി ലോർഡ്. ആ 1 കോടി രൂപയുടെ കടവും തീർന്ന് വീട് നിനക്ക് തിരിച്ച് കിട്ടിയെന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സമാനത്തിൽ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസം മലയെ മാറ്റുന്ന വിശ്വാസമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 38 വയസ്സായി, 40 വയസ്സായി, മകൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. അവിടെ 24 വയസ്സുള്ള അയൽക്കാരുടെ മകൾക്ക് ചെറുക്കനെ കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചെറുക്കനെ കിട്ടണമെന്നില്ല. അവരുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങളുടെ കയ്യിൽ പണവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈശോ പറയുക, നിനക്ക് ലഭിച്ചെന്ന് നീ വിശ്വസിക്കുക. എൻ്റെ മകളുടെ കല്യാണം ഉറച്ച് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതിന് വലിയ വിശ്വാസം വേണം നിനക്ക്. പ്രൈസ് ദി ലോർഡ്.
എന്ന മകളുടെ കല്യാണം നടക്കും. പ്രൈസിലോ. എന്നാൽ 10 കൊല്ലമായിട്ട് കുഞ്ഞില്ലാത്തതിനെ കുഞ്ഞ് കിട്ടും, നിൻ്റെ കടവും തീരും. അങ്ങനെയാണ് നമ്മൾ 500 രൂപ 50,000 ആക്കുന്നത്. 50,000 5 കോടിയാക്കാൻ പറ്റും. പ്രൈസ് ലോർഡ്. ഇതൊരു ടെക്നിക്കാണ്. നമുക്ക് 50 രൂപ 50,000 ആക്കണം, 500 രൂപ 50,000 ആക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം അധ്വാനിക്കണം. പ്രൈസ് ലോർഡ്. ഇത് ഷോർട്ട് കട്ടാണ്. നമുക്ക് സമയം കുറവാണ്. പക്ഷെ പെട്ടെന്ന് നമ്മളെ വിശ്വാസത്തിൻ്റെ വില കൂട്ടണം. എന്നിട്ട് ദൈവത്തോട് ചോദിക്കുക. 500 രൂപയ്ക്ക് കിട്ടാത്ത സാധനം 50,000 ആക്കിയിട്ട് ദൈവത്തോട് ചോദിക്കുക, കിട്ടും. 50,000 ഉള്ളത് 5 ലക്ഷം ആക്കിയിട്ട് ദൈവത്തോട് ചോദിക്കുക, കിട്ടും. പ്രൈസ് ലോർഡ്. 5 ലക്ഷം ഉള്ളത് 5 കോടിയായിട്ട് ചോദിക്കുക, എന്തും ലഭിക്കും നിനക്ക്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ഈശോ പറയണം, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ എന്ത് ചോദിച്ചാലും നിനക്ക് ലഭിക്കും. വിശ്വാസം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്തോരം വിശ്വാസമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതിനാണ് ഇങ്ങനെ പറഞ്ഞത്, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മലയെ നീ മാറ്റിവെക്കാം. പ്രൈസ് ലോർഡ്. നിൻ്റെ വിശ്വാസം വലുതായിരിക്കണം. ഹല്ലേലൂയ. ഇത് ഞാൻ കളിതമാശയില്ല പറയുന്നത്, ഞാനിത് അനുഭവിച്ച് പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ചിട്ടുള്ളവനാണ്. നിനക്കിന്ന് നിൻ്റെ പ്രശ്നം വലുതായിരിക്കാം, മലയെ പോലത്തെ പ്രശ്നമായിരിക്കാം. പക്ഷെ ആ പ്രശ്നത്തിന് നിനക്ക് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ വിശ്വാസം, നിൻ്റെ ചെറിയ വിശ്വാസത്തെ വലിയ വിശ്വാസമാക്കി മാറ്റണം. അപ്പോൾ ആ വലിയ വിശ്വാസമാക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയാണ് വലിയ വിശ്വാസമാക്കുന്നത്? അത് ഈശോ തോമാസ് ലീയോട് പറയും. യോഹന്നാൻ 20-ാം അധ്യായം 29 പറയുന്നു, നീ കണ്ടതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കണ്ട് വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തിൻ്റെ വില 500 രൂപ, കാണാതെ വിശ്വസിക്കണതിൻ്റെ വില 50,000-ഉം 5 ലക്ഷവുമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഞാൻ ഇത് ടെക്നിക്കായിട്ട്, ഇതൊരു സൂത്രമാണ്, ഇതൊരു ഷോർട്ട് കട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് അത് നിങ്ങളുടെ കാര്യം നടക്കും. ഇത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും. അതിൽ ഒരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. കാണാതെ വിശ്വസിക്കുന്നവരാ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കണ്ട് വിശ്വസിക്കുന്നവർ കാണാതെ വിശ്വസിക്കുന്നവരും തമ്മിൽ എന്താ വ്യത്യാസം? എങ്ങനെയാണ് കണ്ട് വിശ്വസിക്കുക, എങ്ങനെയാണ് കാണാതെ വിശ്വസിക്കുക? പ്രൈസ് ദി ലോർഡ്. കണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ അടയാളങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ മാത്രം ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അത് കണ്ട് വിശ്വസിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. കാണാതെ വിശ്വസിക്കുന്നത് അത് ആണ് സൂത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അടയാളങ്ങളൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചിട്ട്, വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഒരു അടയാളവും കിട്ടുന്നില്ല. പ്രതീക്ഷിക്കാതെ നമ്മൾ ദിവസവും പ്രാർത്ഥനയിലാണ്, ദിവസവും കുടുംബ പ്രാർത്ഥനയാണ്, ദിവസവും നമ്മൾ കുർബാനയ്ക്ക് പോകുന്നവരാണ്, ദിവസവും 3-4 കൊന്ത ചൊല്ലുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കയറി വരുമ്പോൾ ആ സമയത്ത് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ പറ്റിയ അത് വലിയ വിശ്വാസമാണ്. കാണാതെ വിശ്വസിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അത് വലിയ വിശ്വാസമാണ്. ഇതെന്താ കാര്യമെന്നാ, ഇവിടെ കൗൺസിലിങ്ങിന് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ വന്ന് വിഷയം, ഇത് ഞാൻ സത്യമാണ്, ഞാൻ ഈ മുറിയിൽ ഇല്ല, അന്ന് കൗൺസിലിംഗ് അവിടെ മുകളിലാണ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. വലിയ വിഷമിച്ച മുകളിൽ കയറി വരിക. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ കൊല്ലങ്ങളായിട്ട് അവർക്ക് നടുവ് വേദനയാണ്. അവർക്ക് ഇരിക്കാൻ പറ്റില്ല, ശരിക്കും കിടക്കാൻ പറ്റില്ല, നടക്കാൻ ബുദ്ധിമുട്ട്. പ്രൈസ് ദി ലോർഡ്. അവർ വന്നിട്ട് അവർ കൃപാസനത്തേക്ക് വന്ന്, അന്ന് ഉടമ്പടി ഒന്നും തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പാണ്. അവർ വന്നിട്ട് പറഞ്ഞു, ബ്രദർ എനിക്ക് നടുവേദനയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുറേ സംസാരിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ അവസ്ഥയിലും നിങ്ങൾക്ക് കുറേ മുറിവുകൾ ഹൃദയത്തിലുണ്ട്,
നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അവരോട് അന്ന് ചോദിച്ച്, നിങ്ങൾക്ക് വീട്ടിൽ മരുമകളായിട്ടോ മകളായിട്ടോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരുടെ കൂടെ ഇനിയൊരാൾ അവരെ പിടിച്ചു കൊണ്ടുവന്നവർ ഉള്ളതുകൊണ്ട് അവരൊന്നും മിണ്ടിയില്ല എന്നോട്. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ സാഹചര്യത്തിലും നിങ്ങൾക്ക് വിഷമം വരുമ്പോഴൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ പോയി, പതുക്കെ നടന്നു പോയി. അവർക്ക് ആ വേദന ഉണ്ടായിരുന്നു. അടുത്ത രണ്ടാം ചൊവ്വാഴ്ച അതിൻ്റെ ശുശ്രൂഷയുടെ അടുത്ത രണ്ടാം ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്ക് ഇവർ തനിച്ച് വന്ന്. പ്രൈസ് ദി ലോർഡ്. തനിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞ്, ബ്രദറെ എൻ്റെ നടുവേദന മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് മാറിയതെന്ന് ഞാൻ പറഞ്ഞുതരാം, രസോ. എന്നിട്ട് അതിൻ്റെ കൂടെ ഇവർ പറഞ്ഞ്, ബ്രദറെ എനിക്ക് ഏറ്റവും വലിയ വിഷമം, ഞാൻ മകളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ കൂടെ വന്നവർ മകളായിട്ട് ബന്ധമുള്ളവർ, അതുകൊണ്ടാണ് പറയാത്തത്. എനിക്ക് മകളോട് ഭയങ്കര വിഷമമാണ്. അവൾ എന്നോട് എപ്പോഴും വഴക്കാണ്. ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അവൾക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം വെച്ച് അവൾ കഴിച്ചിട്ട്, അവളും മക്കളും കഴിച്ചിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാകാറില്ല. എനിക്ക് പോകാൻ സ്ഥലമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ ഉണ്ടായപ്പോഴത്തേക്ക് ആദ്യം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഇതേപോലെ മകളെന്തോ പറഞ്ഞ് എന്നോട് വിഷമം, ഞങ്ങൾ തമ്മിൽ എന്നെ വഴക്ക് പറഞ്ഞ്. അത് കഴിഞ്ഞ് എനിക്ക് നല്ല വിശപ്പായിരുന്നു, എനിക്ക് ഷുഗറുണ്ട്. അവിടെ പോയി അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഭക്ഷണമൊന്നുമില്ല, ഞാൻ വെച്ച് കഴിക്കണം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് മുട്ടിപ്പേ ഇരിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ ശ്രമിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്, ഈ സാഹചര്യത്തിന് പ്രൈസ് ദി ലോർഡ് നന്ദി പറഞ്ഞ് ഞാൻ എണിച്ച് നോക്കുമ്പോൾ എൻ്റെ നടുവേദന മാറിയിട്ടുണ്ടായി. ഇത്രയും കൊല്ലത്തെ നടുവേദന എനിക്ക് മാറിയെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആ നടുവേദന മാറാൻ ഈശോയ്ക്ക് വിശ്വാസം വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചെറിയ വിശ്വാസമില്ല, വലിയ വിശ്വാസം ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വലിയ വിശ്വാസത്തിൻ്റെ സമ്പാദ്യം ആ ചേച്ചിയുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അത് കിട്ടിയത്, ലഭിച്ചത് എപ്പോഴാണ്? നമ്മളെ സഹന സാഹചര്യത്തിൽ സഹനത്തിനേക്കാളും ഒന്നാം സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുത്തപ്പോഴത്തേക്കും, ദൈവത്തോട് ചേർന്ന് നിന്നപ്പോഴത്തേക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോഴത്തേക്കും അവിടെ വിശ്വാസത്തിൻ്റെ വില കൂടി. ദൈവത്തിന് ആവശ്യം അവിടെ 5 ലക്ഷം രൂപയുടെ വിശ്വാസമായിരുന്നു. അവിടെ ദൈവം വിശ്വാസം വാങ്ങിച്ചിട്ടാണ് ദൈവം അങ്ങോട്ട് നമ്മളെ അനുഗ്രഹിക്കുക, സൗഖ്യം കൊടുക്കുക. നിനക്ക് വിശ്വാസമുണ്ടോ? ഈശോ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ കയ്യിൽ വിശ്വാസമുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ? എന്തിനാ? എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ വിശ്വാസം എൻ്റെ മുകളിലുള്ള വിശ്വാസമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ വിശ്വാസത്തെ വലുതാക്കണം. ഇത് ദൈവം വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പല സഹനങ്ങളും തന്നിരിക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വലിയ വലിയ സഹനങ്ങൾ ദൈവം തന്നിരിക്കണം ഇതിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് നല്ല ഉറപ്പായിരുന്നു. ഈശോ എപ്പോഴും യോഹന്നാൻ 16:32 നോക്കുമ്പോഴത്തേക്ക് ഈശോ ശിഷ്യന്മാരോടൊക്കെ പറയും, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും, നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോവും, എന്നെ തനിച്ചാക്കിയിട്ട് പോവും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ തനിച്ചില്ല. എൻ്റെ അപ്പ, എൻ്റെ പിതാവ് എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഈശോനെ തന്നെ ആ ഒരു പ്രത്യാശയും ആ ഒരു വിശ്വാസം, ഉറച്ച വിശ്വാസവും ഈശോയ്ക്ക് പിതാവിനെ കുറിച്ചുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവിന് ഈ ലോകത്തെ രക്ഷിക്കാൻ കോടാനുകോടി വിശ്വാസം വേണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കുറേ വിശ്വാസം വേണം, അധിക വിശ്വാസം വേണം. ഈശോന് പിതാവിനോടുള്ള വിശ്വാസം വലുതാകണമായിരുന്നു ഈ ലോകത്തെ രക്ഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പിതാവ് ചെയ്ത പണി എന്താണ്? ഈശോ കുരിശിൽ കിടക്കുമ്പോൾ, അതാണ് ഏറ്റവും, നമ്മളും കുരിശിൽ കിടക്കുമ്പോൾ നമുക്ക് കുരിശിൻ്റെ അനുഭവമുള്ളപ്പോഴൊക്കെയാണ് ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ ഈശോ ചോദിക്കുകയാണ്, പിതാവേ നീ എവിടെ പോയി? മാർക്ക് 15:34 ചോദിക്കുമ്പോൾ, പിതാവേ നീ എവിടെ പോയി? എന്നെ വിട്ടിട്ട് എവിടെ പോയി? പിതാവ് മറഞ്ഞു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് പിതാവേ നീ എന്നെ കൈവിട്ടെന്ന് പറഞ്ഞ ഈശോ പിന്തിരിച്ചില്ല.
പിതാവിനോട് കുറ്റം പറഞ്ഞില്ല. നമ്മളൊക്കെ പറയും, ദൈവമേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നീ എവിടെ, എനിക്കെന്താ ഉത്തരം ലഭിക്കാത്തത്? ഒന്നും പ്രാർത്ഥിക്കാത്തവരെ എങ്ങനെ സുഖമായിട്ട് ജീവിക്കുക? പ്രൈസ് ദി ലോർഡ്. ഒട്ടും പള്ളിയിൽ പോകാത്തവർ, കൊന്ത ചൊല്ലാത്തവർ, അവരെങ്ങനെ ജീവിക്കുക? ഞാൻ ദിവസവും കൊന്ത ചൊല്ലിയാണ്, കുടുംബ പ്രാർത്ഥന ചൊല്ലിയാണ്, ഞാൻ കുർബാനയ്ക്ക് പോകേണ്ട ദിവസവും. എന്നിട്ട് എനിക്കെന്താ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോ അതൊന്നും പറഞ്ഞില്ല. ഈശോ ഇതൊന്നും പറഞ്ഞില്ല. ഈശോയ്ക്ക് വേണമെങ്കിൽ പറയാറുണ്ട്, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കുരിശിൽ കിടക്കണം, എനിക്കെന്താ ആവശ്യം? പറഞ്ഞില്ല. ഈശോ കുരിശിൽ കിടക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിശ്വാസം പ്രഖ്യാപിച്ചത്. എൻ്റെ ആത്മാവിനെ ഞാൻ നിന്നെ സമർപ്പിക്കാതെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. നമ്മളും കുരിശിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മളും അങ്ങോട്ട് പ്രഖ്യാപിക്കുക, വിശ്വാസം പ്രഖ്യാപിക്കുക. പിതാവേ, ഈശോയെ, അമ്മേ, ഞാൻ എൻ്റെ ജീവിതത്തെ, ഈ പ്രശ്നത്തെ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. സമർപ്പണമെന്ന് പറഞ്ഞാൽ അത് പുറകുറുക്കാത്ത സമർപ്പണമാണ്, കുറ്റം പറയാത്ത സമർപ്പണമായിരിക്കണം, നന്ദി പറഞ്ഞുകൊണ്ടുള്ള സമർപ്പണമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് കുരിശിൽ കിടക്കുമ്പോഴാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനവും പ്രശ്നത്തിന് അവസാനവും കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സഹനത്തിന് അവസാനത്തെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്, വിലയാണ് കൽപ്പിക്കേണ്ടത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടിയ സമയം നിങ്ങളുടെ സഹന സാഹചര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷം ആർക്കൊക്കെ വലിയ സഹനങ്ങളുണ്ടോ അവർ ഭാഗ്യവാന്മാരാ. പ്രൈസ് ദി ലോർഡ്. വലിയ ഭാഗ്യവാന്മാരാ അവർ. സാധാരണ ഇല്ല, അവർ വലിയ ഭാഗ്യവാന്മാരാ. ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ ദൈവത്തെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ട സമയമാണ് നിങ്ങളുടെ. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ സഹന സാഹചര്യത്തിൽ നിങ്ങൾ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വ ശക്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്, ഇതൊക്കെ അനുഭവം കൊണ്ടാണ് പറയണത്. ഞാൻ ഇതുപോലെ അച്ഛൻ എന്നോട് പറഞ്ഞ് 2-ാം ചൊവ്വാഴ്ച ഞങ്ങൾക്ക് കോയമ്പത്തൂർ ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ദിവസവും ഇല്ല, അച്ഛൻ പറഞ്ഞ എല്ലാ മാസവും ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യണം. അത് അന്ന് ഈ സ്പീച്ചൊന്നുമില്ല, കൗൺസിലിംഗ് ആണ് ചെയ്യേണ്ടത്. 2-ാം ചൊവ്വാഴ്ച നിൻ്റെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഹൈന്ദവനായ എന്നെ ഒന്നും അറിയാത്ത എന്നെ ദൈവം അച്ഛൻ വഴി, അച്ഛനെ കൊണ്ട് എന്നോട് പറഞ്ഞല്ലോ ഇങ്ങനെ. അപ്പോൾ എനിക്ക് കൗൺസിലിംഗ് ഒന്നും അറിയില്ല, എന്നാലും അച്ഛൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനോട് ചോദിച്ചപ്പോൾ ഈശോനെക്കുറിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞങ്ങനെ അതൊക്കെ തുടങ്ങി. അതൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ച ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ട്രെയിനിലാണ് വരുന്നത്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്ക് അവിടെ നിന്നൊരു ട്രെയിനുണ്ട്. അതിലാണ് ഞാൻ ഇവിടെ പണ്ടൊക്കെ കൃപാസനത്തേക്ക് അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ ഡ്യൂട്ടി വൈകുന്നേരം ഫ്രീ ആകും, എൻ്റെ പാക്ക് ചെയ്യും. ഒരു 9:30 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവും, അടുത്ത റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് 10 മണി ട്രെയിൻ പിടിച്ചിട്ട് ഇവിടെ വരും, ഇവിടെ നിൽക്കും. എന്നിട്ട് അത് കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ തിരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വീടുണ്ട്, കൊച്ചിയിൽ വീടുണ്ട്. ചിലപ്പോൾ അവിടെ വന്ന് താമസിച്ചിട്ട് കാലത്തെ ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അവിടെ കാറുണ്ട്, അവിടെ പോയിട്ട് അവിടെ കാർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ എൻ്റെ മോൻ എന്ന് ഇപ്പോഴും അങ്ങനെയാണ്, എൻ്റെ കൈ പിടിച്ചോ നടക്കുള്ളൂ. ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും. ഇപ്പോൾ എവിടെ എവിടെയെങ്കിലും കാണും. അങ്ങനെ ഒരു വീക്ക്നെസ് അവന്. പ്രൈസ് ദി ലോർഡ്. അവൻ 1ൽ പഠിക്കുകയാണ്. അവനിക്ക് ഞായറാഴ്ച ആകുമ്പോൾ തുടങ്ങും. അവനിക്കറിയാം 2-ാം ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക് ഞാൻ പോകും. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ നാട്ടിൽ പോകുന്നു. ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തുടങ്ങും, അച്ഛാ നാളെ നാട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞ് കരച്ചിലാണ് എപ്പോഴും വന്നിട്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ സമയത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഉറക്കത്തിൽ പറയണ പോലെ നാളെ നാട്ടിൽ പോകണ്ട. ഒരു ദിവസം ഇതേപോലെ തിങ്കളാഴ്ച കാലത്തെ ആയപ്പോഴത്തേക്കും അവന് അന്ന് 1ൽ പഠിക്കുക. അപ്പോൾ സ്കൂൾ ബസ് വീടിൻ്റെ മുമ്പിൽ വരുമോ. അപ്പോൾ അവൻ കാലത്തെ ആയപ്പോഴത്തേക്കും പറഞ്ഞ് എനിക്ക് വയറുവേദന എടുക്കണം, ഞാൻ സ്കൂളിൽ പോകണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കളി തമാശയൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ നാട്ടിൽ പോകണല്ലേ, അപ്പോൾ നീ മടി കാണിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഹല്ലേലൂയ. അത് ഇന്നും അങ്ങനെയാണ്. ഇച്ചിരി ദേഷ്യപ്പെട്ട സങ്കടമാണ്. ആര് ദേഷ്യപ്പെട്ടാലും അവർക്ക് കുഴപ്പമില്ല, ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല. അപ്പോൾ അവൻ കരഞ്ഞൊന്നുമില്ല, ഞാൻ ദേഷ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ ബസ്സിൽ കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഓഫീസിലൊക്കെ, എനിക്ക് ഹോട്ടലുണ്ട്, ഞാൻ പോയിട്ട് അന്ന് കൃപാസനത്തിൽ പോകുന്ന ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. 6:30 മണിക്ക് ഞാൻ വീട്ടിൽ വന്ന്
അപ്പോൾ ഇവൻ സ്കൂളിൽ ഇരുന്ന് സാറിന് 2 മണിക്ക് തിരിച്ചു വരുന്നതാണ്. വന്നു കഴിഞ്ഞാൽ സാറിന് പുറത്ത് പോയി കളിക്കാൻ പോകുന്ന അന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ മുമ്പിൽ സോഫയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ വന്നിട്ട് അടുത്തിരുന്നുകൊണ്ട് ചോദിച്ചു, എന്താ നീ ഇന്ന് കളിക്കാൻ പോയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ വയറെ പിടിച്ചുകൊണ്ട് ഉറക്കെ കറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ കാലത്തെ കൊച്ച് സത്യം പറഞ്ഞതാണ്, വയറുവേദന ഉണ്ടായിരുന്നു. വയറുവേദനയോടെ അവൻ സ്കൂളിൽ പോയത്. പ്ലീസ് ദി ലോർഡ്. 6:30 മണിയായിട്ടുണ്ടായി. ഞാൻ അപ്പം തന്നെ അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ്, നെയ്മിനതെന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ് സ്കാനിന് എഴുതി തന്ന, ഇപ്പം തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്കാൻ എടുക്കാൻ പോയി. അവിടെ സ്കാനിന് അവർക്ക് സ്കാനില്ല, ആ ക്ലിനിക്കിന് സ്കാനില്ല. അപ്പോൾ സ്കാൻ വേറെ സ്ഥലത്തേക്ക് എഴുതിപ്പോയി. അവിടെ പോയപ്പോൾ നല്ല തിരക്കാണ്. അവിടെ ഇങ്ങനെ ക്യൂല ഒരേ ടോക്കൺ തരും. ഇപ്പോൾ ഇവൻ്റെ സ്കാൻ എടുത്തപ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ ഒരു 8:45 സ്കാൻ എടുത്തുകൊണ്ട് നേരെ ഡോക്ടറെ അടുത്ത് പോയി. അവിടെ നിന്ന് തന്നെ സ്കാൻ എടുത്ത ആൾ ഡോക്ടറെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ഡോക്ടറെ പെട്ടെന്ന് പോയി കാണാൻ പറഞ്ഞ്. ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ പോയി ഡോക്ടർ ഇത് കണ്ടിട്ട് സ്കാൻ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞ്, വലിയ റിസ്ക്കാണ് നിങ്ങൾ എടുത്തിരിക്കണം. 5 മുഴ അവൻ്റെ ചെറുകുടലിൽ 5 മുഴയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഒരെണ്ണം പൊട്ടാനിരിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പൊട്ടാനിരിക്കുക. ഇപ്പം തന്നെ അവിടെ ജെം ഹോസ്പിറ്റലാണ്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഗ്യാസ്ട്രോൻട്രോളജിയുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. അവിടെ ജെമ്മുണ്ട്. അവിടത്തേക്ക് എഴുതി ഇപ്പം തന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഡോക്ടർ പറയുമ്പോഴത്തേക്ക് 9 മണിയായിട്ടുണ്ട്. എനിക്ക് 10 മണിക്ക് ട്രെയിനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീട്ടിൽ ഇവനെയും എടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഡോക്ടർ ഇതൊക്കെ തന്നിരിക്കുക. ഈ സ്കാൻ റിപ്പോർട്ടും ലെറ്ററൊക്കെ കൂടി ജെം ഹോസ്പിറ്റലിൽ കൊടുക്കാൻ തന്നിരിക്കുക. ഞാൻ ഇതൊന്നും ഭാര്യയോട് മിണ്ടിയില്ല. ഞാൻ മുകളിൽ ഞങ്ങളുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ പ്രാർത്ഥനാ മുറി. അമ്മ മാതാവിൻ്റെ മുമ്പേ മുട്ടിപ്പ് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്താ മാതാവേ, ആക്കൂടി മാസത്തിൽ 1 പ്രാവശ്യമാണ് നീ എനിക്ക് ചാൻസ് തന്നിരിക്കുക. അന്ന് കോയമ്പത്തൂരിൽ പ്രാർത്ഥന ഒന്നുമില്ല. അപ്പം നിൻ്റെ ജോലിക്ക് വേണ്ടി വരുമ്പോൾ നീ എന്താ ഈ തടസ്സം? എനിക്കെന്തിനാ ഈ തടസ്സം? ഓപ്പറേഷനാണെങ്കിൽ പോകാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ മാതാവ് കുറേ സഹായിക്കും കേട്ടോ. നമ്മളെ വിശ്വാസത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ചുമതല മാതാവിൻ്റെ അമ്മ മാതാവ് അത് ഏറ്റെടുത്തോളും. ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് യോബിൻ്റെ കാര്യം ഓർമ്മ വന്നു. പ്രൈസ് ദി ലോർഡ്. യോബ് പ്രാർത്ഥിച്ചത് നീ തന്നത് നീ എടുത്ത്, അത് തന്നെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, മകനെ നീ തന്നാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ളപ്പോൾ നിനക്ക് എടുക്കാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് തന്നതല്ലേ, അപ്പം നിനക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ നിൻ്റെ ജോലിക്ക് വേണ്ടി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ കാര്യം നീ നോക്കാനുണ്ടല്ലോ, ഞാൻ നിനക്ക് വേണ്ടി വരിക. എൻ്റെ ഹൃദയത്തിൽ ആരോ സംസാരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ നീ എൻ്റെ ജോലി ചെയ്യുമ്പോൾ നിൻ്റെ ജോലി ഞാൻ ചെയ്തിരിക്കും. പ്ലീസ് ദി ലോർഡ്. ഞാനിത് ഭാര്യയോട് ഇതൊന്നും പറയാതെ ഞാൻ പറഞ്ഞത് സ്കാൻ റിപ്പോർട്ടാണ്. ഡോക്ടർ പറഞ്ഞ് ഇനി ഇവനിക്ക് കണ്ടമാനം വേദനിച്ചാൽ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ഇനി വേദനിച്ച് കഴിഞ്ഞാൽ ജെം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. നീ നിൻ്റെ വീട്ടുകാരെ അടുത്ത് തന്നെയാണ്, വീട്ടുകാരെ വിളിച്ച് ഒരു വണ്ടി കയറ്റി ഒന്ന് കൊണ്ടുപോയാച്ചാൽ മതി, അതിൻ്റെ ആവശ്യമൊന്നും വരില്ലെന്ന് ഇങ്ങനെ വെറുതെ ഞാൻ പറഞ്ഞിട്ട് പോയി. ഇല്ലെങ്കിൽ എന്നെ പോകാൻ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ. ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയി. ഞാൻ നേരെ കൃപാസനത്തേക്ക് വന്ന് കൃപാസനത്തിൽ ബുധനാഴ്ച കാലത്തെ മൊബൈൽ സൈലൻറ്റിലിട്ട് എൻ്റെ കൗൺസിലിംഗ് തുടങ്ങിയ 5:30 മണിക്ക് കൗൺസിലിംഗ് തീർന്ന്. പ്രൈസ് ദി ലോർഡ്. മൊബൈൽ ഓൺ ചെയ്ത് നോക്കുമ്പോൾ വീട്ടിലിരുന്ന് മിസ് കോളൊന്നുമില്ല. സമാധാനമായി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കാമെന്ന് ഭാര്യ പറഞ്ഞ്. ഞാൻ അപ്പം തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാത്രി അവിടെ എത്തി. അടുത്ത ദിവസം കാലത്തെ 7 മണിക്ക് ഞാൻ പറഞ്ഞ് ഡോക്ടർ എന്തായാലും ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കാമെന്ന് ഭാര്യയും വിളിച്ച് മകനെയും വിളിച്ച് 7 മണിക്ക് ജെം ഹോസ്പിറ്റലിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെം ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടറിന് ഇത് കൊടുത്തപ്പോഴത്തേക്ക് ഡോക്ടർ വഴക്ക് പറഞ്ഞു. ആദ്യം തന്നെ പെട്ടെന്ന് ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ പറഞ്ഞു. അപ്പോഴാണ് ഭാര്യ അറിയണ പച്ച ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുക. എന്നിട്ട് അതിന് മുമ്പ് അവർ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഹൈ റെസൊണൻസ് സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്കാനാണ് ആദ്യം ചെയ്തത്. അൾട്രാസൗണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി ഹൈ റെസൊണൻസ് സ്കാൻ ചെയ്യണം, ഓപ്പറേഷന് തൊട്ട് മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ കൊണ്ടുപോയി. ഇത് സ്കാൻ എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുക, എല്ലാം കൂടി റെഡിയായി. അപ്പോഴാണ് മനസ്സിലാണ് എന്തോ ഒരു സീരിയസ് ആയിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ അതുപോലെ കാണിക്കുക.
പരവേഷം കാണിക്കുക. പ്ലീസ് ലോഡ്. ആയിട്ട് സ്കാൻ എടുത്തുകൊണ്ട്, ഹൈ റെസൊണൻസ് സ്കാൻ എടുത്തുകൊണ്ട്, എൻ്റെ പഴയ സ്കാൻ അവിടെ ഉണ്ട്, ഡോക്ടറകത്തേക്ക് എന്നെയും വിളിച്ച് ഭാര്യയെ വിളിച്ച് 2 സ്കാനും വെച്ച് കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട് ഡോക്ടറിനോട് പറഞ്ഞ്, ഡോക്ടർ നല്ല ബോധ്യമുണ്ട്, ഡോക്ടറും ആ ഡോക്ടറുമായിട്ട് ബന്ധമുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഡോക്ടർ പറഞ്ഞ് ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, ഇപ്പം മുഴയൊന്നും കാണുന്നില്ല എന്ന്. പ്രൈസ് ലോർഡ്. ഇത് സത്യമായിട്ടുള്ള വിഷയമായി. ഇവിടുത്തെ പത്രത്തിൽ 2 സ്കാൻ റിപ്പോർട്ട് ഞാൻ ഇവിടുത്തെ പത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡോക്ടറിനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ് ഇമ്മ്യൂണിറ്റി ആയിരിക്കാം, അതായിരിക്കാം, ഇതായിരിക്കാം, അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ല. ഇത് അമ്മ മാതാവ് വലിയ വിശ്വാസമാണ്. കാണാതെ വിശ്വസിക്കണവൻ ഭാഗ്യവാന്മാർ. നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ പ്രതിസന്ധികളുണ്ടാകാം, പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകാം, വലിയ സാഹചര്യങ്ങൾ, വലിയ കുരിശുണ്ടാകാം. അതാണ് നിൻ്റെ സമയം, നിനക്ക് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള സമയം. അത് പാഴാക്കി കളയരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലവരും ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ, വലിയ വിശ്വാസം തന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ നമുക്ക് സഹനങ്ങൾ അനുവദിച്ചു തരും. അത് നമ്മൾ പാഴാക്കി കളയും. കരഞ്ഞുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും വിശ്വാസത്തിലിരുന്ന് മാറി നിന്നുകൊണ്ടും നമ്മൾ പാഴാക്കി കളയും. പാഴാക്കേണ്ടതില്ല ആ സാഹചര്യങ്ങൾ, അവസരം. നമ്മൾ അത് കറക്റ്റായിട്ട് അത് പ്രയോജനപ്പെടുത്തണം. ദൈവം തരുന്ന അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏത് സഹന സാഹചര്യങ്ങളുണ്ടെങ്കിലും അത് ദൈവം തന്ന അനുഗ്രഹമാണ്. അതിനാണ് ഈശോ പ്രാർത്ഥനയിൽ പറഞ്ഞെന്ന്, അന്നന്ന് വേണ്ടി ആഹാരം നീ എനിക്ക് തരണേ. അന്നന്ന് വേണ്ടി ആഹാരം നിൻ്റെ സഹന സാഹചര്യങ്ങളാണ്. ആ സഹന സാഹചര്യം കൊണ്ടാണ് നീ ആഹാരം സമ്പാദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആ സഹന സാഹചര്യത്തെ വെച്ച് നീ വലിയ വിശ്വാസം ഉണ്ടാക്കി അത് വെച്ച് നിൻ്റെ ആഹാരം നീ സമ്പാദിച്ചെടുക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.